സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വനിതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൃദ്രോഗത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും അത് വരാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് പ്രമുഖ കാർഡിയോളജിസ്റ്റും ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ജോർജ് തയ്യിലാണ്. നമുക്ക് ഡോക്ടറെ വനിതയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ സർ, വനിതയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു വേൾഡ് ഹാർട്ട് ഡേ കൂടി വരികയാണല്ലോ. എന്താണ് ഈ ഒരു ദിവസത്തിന്റെ പ്രസക്തി? 2000 ആണ്ടിലാണ് ലോക ഹൃദയ ദിനം ആദ്യമായിട്ട് ആരംഭിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഹൃദ്രോഗത്തിലാണെന്ന് യാഥാർത്ഥ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹാർട്ട് ഫെഡറേഷനും മറ്റ് വൈദ്യശാസ്ത്ര സംഘടനകളുമെല്ലാം അതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ഹൃദ്രോഗാനന്തര മരണസംഖ്യ എത്രമാത്രം കുറയ്ക്കാമെന്നുള്ള താല്പര്യത്തോടെ എല്ലാവിധ ക്രിയാത്മക പദ്ധതികളും ആവിഷ്കരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏതാണ്ട് 17.1 ദശലക്ഷം ആൾക്കാരാണ് ഹൃദയധമനി രോഗങ്ങൾ മൂലം പ്രതിവർഷം മരണപ്പെടുന്നത്. ഈ സംഖ്യ ഏതാണ്ട് 2020 ആകുന്നതോടെ 24 ദശലക്ഷമായി ഉയരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ലോക ഹൃദയദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൃദ്രോഗ പരിശോധന രംഗത്തും ചികിത്സാ രംഗത്തും നിരവധി അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും വേൾഡ് ഹാർട്ട് ഡേയിൽ പ്രസക്തിയില്ലെന്ന് ഓർക്കണം. പ്രസക്തി ഉള്ളത് ഒന്നിന് മാത്രമാണ്, പ്രതിരോധത്തിന് മാത്രം, മുൻകരുതലുകൾക്കും. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന മോട്ടോയാണ് ലോകാരോഗ്യ സംഘടന 2000-ൽ തുടക്കം കുറിച്ചത് മുതൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ദശകം കഴിഞ്ഞു. ആ ഒരു മോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വേൾഡ് ഹാർട്ട് ഡേ അല്ലെങ്കിൽ ഹാർട്ട് ഡേയിലൊക്കെ ഒരു മോട്ടോ ഉണ്ടാവാറുണ്ട്. എന്താണ് ഈ ഒരു ഹൃദയ ദിനത്തിന്റെ സന്ദേശം? കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒരു ലോകം, ഒരു ഭവനം, ഒരു ഹൃദയം, വൺ വേൾഡ്, വൺ ഹോം, വൺ ഹാർട്ട് എന്ന വിധത്തിലാണ് അവരുടെ ആ ഒരു ലോക ഹൃദയദിന സന്ദേശം. അതിൽ തന്നെ ഒരു കുടുംബത്തിലെ പ്രത്യേകിച്ച് എപ്പോഴും അവഗണിക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഹൃദയാരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ക്രിയാത്മക മാർഗങ്ങൾ എത്രയും ഗൗരവമായി ആരായണമെന്ന ഒരു സന്ദേശവുമായിട്ടാണ് ലോക ഹൃദയദിന പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് ഓർക്കണം. കാരണം എപ്പോഴും നാം ഓർക്കണം, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഹൃദ്രോഗത്തിൻ്റെ വിത്തുകൾ, അതിൻ്റെ മുളകൾ ചെറുപ്പത്തിലേ ഉണ്ടാകുമെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ എപ്രകാരം വളരെ സമീകൃതമായ ഭക്ഷണശൈലിയും മറ്റ് ആരോഗ്യപൂർണമായ ജീവിത ശൈലിയുമൊക്കെ അവലംബിച്ചുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഹൃദ്രോഗത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ആ ആൾക്കാർ മുതിരുമ്പോൾ ഹൃദ്രോഗത്തിന് അടിമപ്പെടാതിരിക്കുവാൻ സഹായിക്കുവാനുള്ള ഒരു മാർഗം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. അതായത് അമ്മ പോഷണമൂല്യം ഇല്ലാതെ ഗർഭാവസ്ഥയിൽ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന കുട്ടി പിന്നീട് പോഷണമൂല്യം കൂടിയ മറ്റു തരത്തിലുള്ള ഈ ഫാസ്റ്റ് ഫുഡും ഈ പാശ്ചാത്യ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കൂടുതൽ കൊഴുപ്പും മധുരപലഹാരങ്ങളും മാംസവും ഒക്കെ കഴിക്കുമ്പോൾ അതിന് ആ വിധം ഉണ്ടാകുന്ന രോഗങ്ങളാണ് വാസ്തവത്തിൽ ഹൃദ്രോഗവും പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും വർദ്ധിച്ച കൊളസ്ട്രോളും ദുർമേധസ്സും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ഒരു ഗർഭിണിയായ സ്ത്രീ അവലംബിക്കേണ്ട ഭക്ഷണ കാര്യങ്ങളെ പറ്റിയുമൊക്കെ അവർ പ്രത്യേകം പ്രാധാന്യം കൊടുത്തു വരികയാണ്. ഇന്ത്യയിൽ തന്നെ ഹൃദ്രോഗികൾ വളരെയേറെ കൂടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ശരിയാണോ? ഇന്ത്യ വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനമായി മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞു. അത് ഏതാണ്ട് കഴിഞ്ഞ 30 വർഷങ്ങളിലെ 3 ദശകങ്ങളിലെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് 300% ഹൃദ്രോഗബാധ വർദ്ധിച്ചതെന്ന് നോക്കണം. അത്രമാത്രം വർദ്ധിക്കുകയാണ്. നമ്മളുടെ ഓരോ തരത്തിലുള്ള അപഥ്യമായ ഭക്ഷണശൈലി കൊണ്ടും ജീവിത രീതി കൊണ്ടും പാശ്ചാത്യ സംസ്കാരത്തെ അതേപടി സ്വാംശീകരിക്കാനുള്ള നമ്മുടെ ഓരോ തരത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ടുമൊക്കെ നമ്മളുടെ ഇന്ത്യക്കാരിൽ ഹൃദ്രോഗം അങ്ങേയറ്റം കൂടുകയാണെന്ന് ഓർക്കണം. ഇന്ത്യയിലെ ഹൃദ്രോഗബാധയെപ്പറ്റി എപ്രകാരം വ്യത്യസ്തമായ ജീവിത ഭക്ഷണശൈലി ഹൃദ്രോഗബാധയെ സ്വാധീനിക്കുന്നു എന്നതിനെപ്പറ്റി വളരെ രസകരമായ ഒരു പഠനം നടക്കുകയുണ്ടായി. ഇന്ത്യൻ ഹാർട്ട് വാച്ച് സ്റ്റഡി. ഈ ബൃഹത്തായ പഠനത്തിൻ്റെ ഫലം കഴിഞ്ഞ വർഷം വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ വിസ്മയകരമായ പല കാര്യങ്ങളുമാണ് പുറത്തുണ്ടായത്. നമുക്ക് ഓർത്തു വാസ്തവത്തിൽ പാശ്ചാത്യ
യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇങ്ങനെ സമ്പന്നമായ രാജ്യങ്ങളിൽ മാത്രമേ ഓരോ തരത്തിലുള്ള അമിത ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ വ്യായാമക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ത്യയിൽ ഇത് കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദാരുണമായ അവസ്ഥ അവർ ആ പഠനത്തിലൂടെ കാണുകയുണ്ടായി. ഏതാണ്ട് 79% ആൾക്കാർ, പുരുഷന്മാർ ഇന്ത്യയിൽ അധികം കായികാധ്വാനമില്ലാത്ത ജോലികളിൽ ഏർപ്പെടുകയാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്താലും മിക്കവാറും ഒക്കെ വീട്ടിൽ ചെലവഴിക്കുന്ന സ്ത്രീകൾ അധികം ജോലിയൊന്നും ഇല്ലാതെ ചെലവഴിക്കുന്ന, ജോലി ഉണ്ടെങ്കിൽ തന്നെ അധികം കായികമായിട്ട് അവർ അങ്ങനെ ഊർജ്ജസ്വലരാകാത്തവരൊക്കെ ഏതാണ്ട് 80% ആൾക്കാർക്കും അധികം വ്യായാമം കിട്ടുന്നില്ലെന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞത്. സ്ത്രീകളിലെ ഹൃദയ സുരക്ഷയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. സ്ത്രീകളിലെ ഹൃദ്രോഗം കൂടി വരികയാണോ? നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പുരുഷന്മാർ ഓരോ തരത്തിലുള്ള ചികിത്സകൾക്കായി ആശുപത്രിയിൽ എത്തുമ്പോൾ കഠിനതരമായ രോഗപീഠകൾക്ക് അധീനപ്പെട്ട് സ്ത്രീകൾ വീട്ടിൽ ആരോടും കംപ്ലൈൻറ്റ് ചെയ്യാതെ, ആരോടും പരാതിപ്പെടാതെ ജീവിക്കുന്ന സാഹചര്യം ഇന്നും നാം കേരളത്തിൽ കാണുന്നുണ്ടെന്ന് ഓർക്കണം. ഇന്ത്യയിലും പ്രത്യേകമായി കേരളത്തിൽ നാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണമെന്നും സ്ത്രീകൾക്കും പുരുഷന്മാരോടൊപ്പം ഹൃദ്രോഗ സാധ്യതയുണ്ടെന്നും അറിയിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതൽ ആയിട്ട് പ്രാധാന്യം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ സ്ത്രീകൾക്ക് പ്രകൃതിയുടെ ഒരു പരിരക്ഷയുണ്ട്. അതായത് നമുക്ക് ഗർഭം ധരിക്കുവാനും പ്രസവിക്കുവാനും കുട്ടിയെ മുലയൂട്ടി വളർത്തുവാനുമുള്ള സാവകാശം വേണ്ടതുകൊണ്ട് ദൈവം തന്നെ സ്ത്രീകൾക്കൊരു പ്രത്യേക പരിരക്ഷ നൽകിയിട്ടുണ്ട്. അതായത് ഋതുവിരാമത്തിന് മുമ്പ്, മെനോപൗസിന് മുമ്പ് സ്ത്രീയുടെ ശരീരത്തിൽ സുലഭമായ സ്ത്രൈണ ഹോർമോണുകളായ ഈസ്ട്രോജനും മറ്റും ഹൃദയാരോഗ്യത്തെ കാത്തുപരിപാലിക്കുന്ന നല്ല കൊളസ്ട്രോൾ ഘടകമായ HDL, സാന്ദ്രത കൂടിയ കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൃദ്രോഗ സാധ്യത നല്ലൊരു ശതമാനം വരെ ഋതുവിരാമത്തിന് മുമ്പ് അവർക്കുണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ ഋതുവിരാമത്തിന് മുമ്പുള്ള ഈ പരിരക്ഷ നഷ്ടപ്പെടുന്നത് പുകവലിക്കുന്ന സ്ത്രീകളിൽ, അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ, അല്ലെങ്കിൽ മറ്റ് വിദേശത്താണെങ്കിൽ ഗർഭനിരോധന ഗുളികകളൊക്കെ സേവിക്കുന്നവരിലൊക്കെ ഈ പരിരക്ഷയില്ല. പക്ഷെ സാധാരണഗതിയിൽ ഏതാണ്ട് 95% ഋതുവിരാമത്തിന് മുമ്പ് സ്ത്രീകൾക്ക് പ്രകൃതിയുടെ പ്രത്യേക പരിരക്ഷയുള്ളത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാറില്ല. പക്ഷേ ഋതുവിരാമത്തോടനുബന്ധിച്ച്, ഋതുവിരാമത്തിന് ശേഷം സംഭവിക്കുന്നത് ഈ ഹൃദ്രോഗ സാധ്യത കുത്തനെ ഉയരുന്നതായിട്ടാണ്. അതായത് പുരുഷന്മാരെക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് തന്നെ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയാഘാതം കഴിഞ്ഞിട്ട് മരണപ്പെടുന്നവരുടെ സംഖ്യ നോക്കിയാൽ സ്ത്രീകൾ കൂടുതൽ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് മരണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ബൈപ്പാസ് ഓപ്പറേഷന് ശേഷം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലും, സങ്കീർണതകൾ കൂടുതലും ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലും സ്ത്രീകൾ ഹൃദ്രോഗാനന്തര ഭീഷണിക്ക് അടിമപ്പെടുകയാണ്. ഇനി പരിശോധനയുടെ കാര്യം എടുത്താൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രെഡ്മിൽ ടെസ്റ്റിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും അസ്പഷ്ടതകളാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് രോഗനിർണയം ചെയ്യുവാനുള്ള ആ സെൻസിറ്റിവിറ്റി അഥവാ ഒരു ചികിത്സയുടെ ആ ഒരു സൂക്ഷ്മത എപ്പോഴും പുരുഷന്മാരെക്കാൾ കുറവാണ്. അപ്പോൾ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും ചികിത്സയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഇനി വേറൊരു ആൻജിയോഗ്രാഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉപരിതല കൊറോണറി ധമനികൾ, പ്രധാനമായിട്ട് 3 ഉപരിതല കൊറോണറി ഹൃദയധമനികളാണ് ഹൃദയപേശികളിലേക്ക് രക്തം ഒഴുകി എത്തിക്കുന്നത്. ഈ രക്തമാണ് വാസ്തവത്തിൽ ഹൃദയത്തിന്റെ ഊർജം എന്ന് നാം ഓർക്കണം. ഹൃദയം ഏതാണ്ട് ഒരു ദിവസം 1,00,000 പ്രാവശ്യം മിടിച്ച് ശരീരമാസകലം രക്തം എത്തിച്ചു കൊടുക്കണമെങ്കിൽ ആ ഹൃദയത്തിന് ഊർജം വേണം. ആ ഊർജം കൊടുക്കുന്ന ഹൃദയധമനികളിലൂടെ ഒഴുകി എത്തുന്ന രക്തമാണ്. അപ്പം ഈ 3 പ്രധാനപ്പെട്ട ഹൃദയധമനികളെയാണ് സാധാരണ ആൻജിയോഗ്രാഫിയിലെ ഒരു കാർഡിയോളജിസ്റ്റ് വീക്ഷിക്കുന്നത്. ഈ പ്രധാന സ്ത്രീകളുടെ കാര്യം എടുത്താൽ കൂടുതലായിട്ട് ഈ വലിയ ഉപരിതല കൊറോണറി ധമനികളെ അധികം രോഗം ബാധിക്കാറില്ലെന്നും സൂക്ഷ്മ ആയിട്ടുള്ള ലോമികളെയാണ്, കാപ്പിലറീസിലെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന് മൈക്രോ വാസ്കുലർ ഡിസീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആൻജിയോഗ്രാഫി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് നോർമൽ ആണെന്ന് വരികയും എന്നാൽ നെഞ്ചുവേദന ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും, അതിനകത്ത് ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ആൻജിയോഗ്രാഫി ചെയ്യുമ്പോൾ കൊറോണറികൾ നോർമലാണ്. ഈ സാഹചര്യത്തിൽ മൈക്രോ വാസ്കുലർ ഡിസീസ്. അപ്പോൾ പലപ്പോഴും പരിശോധനയിലും ചികിത്സയിലും പലതരത്തിലുള്ള വ്യതിരക്തതകൾ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ സ്ത്രീകളിൽ ഹൃദ്രോഗം കൂടി വരികയാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ.
എന്തൊക്കെയാണ് സ്ത്രീകളിൽ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ? പ്രായം തന്നെ സ്ത്രീകൾക്ക് വലിയൊരു അത് തന്നെ ഒരു ഇൻഡിപെൻഡന്റ് റിസ്ക് ഫാക്ടറാണ്. അതായത് ഏതാണ്ട് ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ 80% പേർക്കും വർദ്ധിച്ച പ്രഷർ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. രക്തസമ്മർദ്ദം. ഈ രക്തസമ്മർദ്ദം കാലക്രമത്തിൽ ആ സ്ത്രീയെ ഹൃദ്രോഗത്തിലേക്കും മറ്റു മസ്തിഷ്കാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും വൃക്ക പരാജയത്തിലേക്കും ഡയാലിസിസ് വേണ്ടി വരുന്ന കിഡ്നിയുടെ ഓരോ തരത്തിലുള്ള പരാജയത്തിലേക്കും ഒക്കെ തള്ളിവിടുകയാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ പ്രമേഹബാധ തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും വളരെ ദുഷ്കരമായിട്ടുണ്ടാകാറുണ്ടെന്ന് നോക്കണം. പ്രമേഹബാധിതരായിട്ടുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വണ്ണം കൂടിയ ഒബേസിറ്റി ഉള്ള സ്ത്രീകൾക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ഈ പ്രമേഹം കാലാന്തരത്തിൽ ഹൃദ്രോഗത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. പ്രമേഹത്തെപ്പറ്റി പറയുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ നിർവചന പ്രകാരം പ്രമേഹ രോഗിയെ ഒരു ഹൃദ്രോഗിയായിട്ട് കരുതണമെന്നാണ് പറയുന്നത്. കാരണം പ്രമേഹ രോഗികൾ ഏതാണ്ട് 80-85% മരണപ്പെടുന്നത് ഹൃദ്രോഗത്താലാണ്. അതുപോലെ തന്നെ ഒരു പ്രമേഹ രോഗിക്ക് പ്രമേഹമില്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് 7 ഇരട്ടിയാണ്. നേരെ മറിച്ച് പ്രമേഹമുള്ള ഒരു പുരുഷൻ ഏതാണ്ട് 3-4 ഇരട്ടിയേ ഉള്ളൂ. അപ്പൊ ഈ വക കാര്യങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് ഈ രോഗാതുരതയും രോഗതീവ്രതയും ഈ രോഗപീഠകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ പ്രായം, ഋതുവിരാമം, പ്രഷർ, അമിതവണ്ണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സാധാരണ വ്യായാമം സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങേയറ്റം കുറവാണ്. മിക്കവാറും ഒക്കെ സീരിയലുകളുടെയോ TV-യുടെയൊക്കെ മുമ്പിൽ ചെലവഴിക്കും. തീർച്ചയായിട്ടും വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങൾ ഔട്ട് പേഷ്യന്റിൽ കേൾക്കാറുള്ള ചോദ്യമാണ്, ഡോക്ടറെ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അത് പോരെയാ വ്യായാമം? അത് പോരാ എന്നുള്ളതാണ്. വ്യായാമത്തെ പറ്റി ഞാൻ പറയുമ്പോൾ സ്ത്രീകളോട് പറയുന്നത് വ്യായാമത്തിന് വേണ്ടി നാം വ്യായാമം ചെയ്യണം. അല്ലാതെ നാം വളരെ സ്പീഡ് കുറച്ച് പള്ളിയിൽ പോയി കുർബാനയും കണ്ടു വരുന്നത് അത് ഒരു വ്യായാമം. വ്യായാമം എന്ന് പറഞ്ഞാൽ വ്യായാമത്തിന് വേണ്ടി ചെയ്യണം. നമ്മൾ വ്യായാമം കിട്ടാൻ വേണ്ടി സമയം എടുത്ത് കൃത്യസമയം നമ്മുടെ ഹൃദയസ്പന്ദനത്തിന്റെ വേഗതയൊക്കെ ശാസ്ത്രീയമായിട്ട് നോക്കി കുറഞ്ഞത് ഇത്ര സമയം, അതായത് കുറഞ്ഞത് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ 45 മിനിറ്റ് വരെ ആഴ്ചയിൽ ഒരു 5-6 പ്രാവശ്യം ഊർജ്ജസ്വലമായി ചെയ്യുന്നതാണ് വ്യായാമം. അല്ലാതെ നാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പിന്നെ ചെയ്യുന്നതല്ല. അപ്പൊ ഈ വക കാര്യങ്ങളെ പറ്റി നാം ബോധവാന്മാരാകുക എന്നുള്ളത്. അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം, ആപത്ഘടകങ്ങളെല്ലാം സ്ത്രീകളെ സാവധാനം ഹൃദ്രോഗത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. സ്ത്രീകളിൽ ഹൃദ്രോഗം എത്ര വിധമാണുള്ളത്? പ്രധാനമായിട്ട് ജന്മജാത ഹൃദ്രോഗം, സ്വയാർജിത വാതപ്പനി മൂലമുള്ള വാൽവുകളെ ബാധിക്കുന്ന ഹൃദ്രോഗം, കൊറോണറി ധമനികളെ, ഹൃദയധമനികളെ ബാധിച്ച ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഹൃദ്രോഗം. ഇതാണ് വാസ്തവത്തിൽ 3 പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുകൂടാതെ മറ്റ് മസിൽ രോഗങ്ങളുണ്ട്, മയോപ്പതി രോഗങ്ങളുണ്ട്, ഹൃദയത്തിൻ്റെ പേശികളെ ബാധിച്ച് സമൂലമായ സങ്കോചനശേഷി നശിച്ച് ശ്വാസം മുട്ടി ഒരു ഹാർട്ട് ഫെയിലിയർ, ഹൃദയ പരാജയമൊക്കെ ഉണ്ടായി ആശുപത്രിയിൽ അകപ്പെട്ട് മരിക്കുന്ന, അല്ലെങ്കിൽ പ്രസവാനന്തര കാർഡിയോമയോപ്പതി ഉണ്ട്. ചിലർക്ക് അപൂർവമായ അജ്ഞാത കാരണങ്ങളാലൊക്കെ ഉണ്ടാകുന്ന പ്രസവാനന്തര കാർഡിയോമയോപ്പതി. ഈ കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പല പ്രാവശ്യം ഗർഭം ധരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പല അജ്ഞാത കാരണങ്ങളാൽ, പല ഇമ്മ്യൂൺ വ്യവസ്ഥയിലെ വൈകല്യങ്ങളാണ് ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പല വൈറസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഒരു പ്രസവം കഴിഞ്ഞ് സാധാരണ ശ്വാസം മുട്ടലോട് കൂടിയാണ് ആ ഗർഭിണി പ്രസവം കഴിഞ്ഞിട്ട് ആ സ്ത്രീ ആശുപത്രിയിൽ ഇൻറ്റൻസീവ് കെയറിൽ അഡ്മിറ്റഡ് ആകുകയും ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. ഹൃദയം വികസിച്ച് സങ്കോചനശേഷി നശിച്ച്. ഇതിനെ പെരിപാർട്ടം കാർഡിയോമയോപ്പതി എന്ന് പറയും. അപ്പോൾ പ്രധാനമായി ഇതൊക്കെ തന്നെയാണ് ഈ സ്ത്രീകളെ ബാധിക്കുന്ന ഹൃദ്രോഗാവസ്ഥകൾ. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അവബോധമില്ലായ്മ കൊണ്ടെല്ലാം നാം ഓരോ തരത്തിലുള്ള ജീവിതശൈലികളിൽ ഏർപ്പെട്ട് വാസ്തവത്തിൽ നാം ഹൃദയത്തിന് പ്രതികൂലമായി ഹൃദയത്തെ ബാധിക്കുന്ന ഓരോ ഘടകങ്ങളും ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഹാർട്ട് അറ്റാക്ക്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ നമ്മൾ വളരെ സാധാരണയായി കേൾക്കാറുണ്ടല്ലോ. ശരിക്കും എന്താണ് ഈ ഹാർട്ട് അറ്റാക്ക്? പലപ്പോഴും പലർക്കും അറിയില്ല ഹാർട്ട് അറ്റാക്ക് എന്താണെന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യ ശരീരം അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും കഠിനതരമായ തീവ്രമായ വേദന അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു രോഗി ഹാർട്ട് അറ്റാക്കിനേക്കാളും കഠിനതരമായ ഒരു വേദന ശരീരത്തിൽ അനുഭവിക്കുന്ന. അതിനാണ് മരണഭീതി ഉയർത്തുന്ന നെഞ്ചുവേദന എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതിന് വൈദ്യഭാഷയിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നു. നാം ഓർക്കണം, ഹൃദയം ഏതാണ്ട് നമ്മുടെ ഈ കൈപ്പത്തിയുടെ വലിപ്പമാണ് ഓരോരുത്തരുടെയും. ഏതാണ്ട് 350 മുതൽ 400-450 ഗ്രാം വരെ തൂക്കമുള്ള ഹൃദയം നെഞ്ചിന്റെ ഇടത്ത് ഭാഗത്ത് വളരെ ഭദ്രമായി ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഭദ്രമായി എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും വാരിയലുകൾ
ഉണ്ടെന്ന് ഓർക്കണം. ഇത്രയും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവയവം ശരീരത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ബ്രെയിൻ ഉണ്ട്, എന്നാലും കാരണം ഒരു വിധത്തിലും അതിന് ആഘാതം ഉണ്ടാകരുത്. ഈ ഹൃദയം ഏതാണ്ട് ഒരു ദിവസം 1,00,000 പ്രാവശ്യം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തുകൊണ്ടാണ് രക്തം ശരീരമാസകലം ഒഴുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നിലനിർത്തുന്ന ഓർക്കണം. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ നിലനിർത്തുന്ന ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ ഇത് സദാസമയവും ഈ രക്തം എത്തിക്കൊണ്ടിരിക്കണം. നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ചാടി ഓടി നടക്കും, രക്തസഞ്ചാരം നടന്നുകൊണ്ടിരിക്കണം. നാം എന്തൊക്കെ ചെയ്യുമ്പോഴും ബാക്കി എല്ലാം ഉറങ്ങുമ്പോഴും മസ്തിഷ്കം വരെ ഒരു പരിധി വരെ ഉറങ്ങും, പക്ഷെ നമ്മുടെ ഹൃദയം അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പ്രാണനെ താങ്ങി നിർത്തുന്ന ഒരു അമൂല്യമായ ഒരു അവയവമാണെന്ന് നോക്കണം. അപ്പോൾ കാലാന്തരത്തിൽ പക്ഷേ നാം ഓരോ തരത്തിലുള്ള നമ്മുടെ വികലമായ ജീവിതശൈലി കൊണ്ട്, ഭക്ഷണശൈലി കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അവബോധമില്ലായ്മ കൊണ്ടെല്ലാം നാം ഓരോ തരത്തിലുള്ള ജീവിതശൈലികളിൽ ഏർപ്പെട്ട് വാസ്തവത്തിൽ നാം ഹൃദയത്തിന് പ്രതികൂലമായി ഹൃദയത്തെ ബാധിക്കുന്ന ഓരോ ഘടകങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. കൊളസ്ട്രോൾ കൂടുന്നു, പ്രഷർ കൂടുന്നു, പ്രമേഹം കൂടുന്നു, അമിതവണ്ണം കൂടുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഓരോ തരത്തിൽ ഹൃദയം വാസ്തവത്തിൽ ഇതെല്ലാം ഹൃദയത്തിന് ഓരോ തരത്തിലുള്ള ആഘാതങ്ങളാണ്. അപ്പം അങ്ങനെ വന്ന് ഈ ഹൃദയധമനികളിൽ ഓരോ തരത്തിൽ കൊഴുപ്പിൻ്റെ കണികകൾ അടിഞ്ഞുകൂടി കാലാന്തരത്തിൽ അതൊരു ബ്ലോക്ക് ഉണ്ടായി. ആ ബ്ലോക്കിലൂടെ ഹൃദയധമനിയിലൂടെ ഉള്ള രക്തസഞ്ചാരം സുഗമമല്ലാതെ വന്നാൽ ആ ഹൃദയധമനി പരിപോഷിപ്പിക്കുന്ന ഹൃദയപേശിയിൽ രക്തം എത്തിച്ചെല്ലാതിരിക്കുകയും ആ ഹൃദയപേശിയിൽ രക്തദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്നു. ഹൃദയകോശങ്ങളിലെ ഉപാപചയ പ്രക്രിയകൾ നടക്കാതെ ആ ഹൃദയധമനികൾ ചത്തൊടുങ്ങുന്ന അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പലതരത്തിലുള്ള രസതന്ത്രപരമായ രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ലാക്റ്റിക് ആസിഡ് ഇങ്ങനെ തുടങ്ങിയ പല ഘടകങ്ങളും കൂടിയിട്ട് അതിശക്തമായ വേദന അനുഭവിക്കുകയാണ്. അപ്പോഴാണ് മരണഭീതി ഒഴിവാക്കുന്ന ഈ വേദന ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഈ അറിവിലൂടെ ആരോഗ്യമെന്നാണല്ലോ നാം പറയുന്നത്. പലതരത്തിലുള്ള ഹൃദയവേദന, അതായത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന വരുമ്പോൾ പലപ്പോഴും മറ്റ് ഗ്യാസോ അതൊക്കെയാണെന്ന് ഓർത്ത് പലരും പലതരത്തിലുള്ള മരുന്നൊക്കെ കഴിച്ച് സ്വയം മരണം ക്ഷണിച്ചു വരുത്താറുണ്ട്. ഇതൊക്കെ കാരണങ്ങളാണ്. വ്യായാമക്കുറവ്, സ്ട്രെസ്, ഇങ്ങനെയുള്ള ഈ 9 ഘടകങ്ങൾ അതിലേതെങ്കിലും നമുക്കുണ്ടെങ്കിൽ, ഒന്നുണ്ടെങ്കിൽ രണ്ടുണ്ടെങ്കിലൊക്കെ കാലാന്തരത്തിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കും. ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. ഹൃദ്രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? വളരെ ബൃഹത്തായ ഒരു പഠനം നടക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യക്കാരനായ ഡോക്ടർ സലീം യൂസഫ് തന്നെയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അതായത് ഇപ്പോഴത്തെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റായ സലീം യൂസഫ് ഒരു പഠനം നടത്തി. 52 രാജ്യങ്ങളിൽ നിന്നായി 27,000 ആൾക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പഠനത്തിൽ, വളരെ ബൃഹത്തായ ഒരു പഠനത്തിൽ രസകരമായ പല കാര്യങ്ങളും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതായത് 9 ആപത് ഘടകങ്ങൾ മൂലമാണ് 90 മുതൽ 95% വരെ ഹൃദ്രോഗം ഒരാൾക്കുണ്ടാകുന്നത്, ഹാർട്ട് അറ്റാക്ക്. 9 ഘടകങ്ങൾ ഏതെന്നൊക്കെ പറഞ്ഞാൽ പുകവലി, അമിതമായ രക്തസമ്മർദ്ദം, പ്രഷർ, പ്രമേഹം, വർദ്ധിച്ച കൊളസ്ട്രോള്, ദുർമേധസ്, വ്യായാമക്കുറവ്, സ്ട്രെസ്, ഇങ്ങനെയുള്ള ഈ 9 ഘടകങ്ങൾ അതിലേതെങ്കിലും നമുക്കുണ്ടെങ്കിൽ, ഒന്നുണ്ടെങ്കിൽ രണ്ടുണ്ടെങ്കിലൊക്കെ കാലാന്തരത്തിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് നമ്മൾ നയിക്കുക. പലപ്പോഴും ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അകപ്പെടുമ്പോഴാണ്, ഞങ്ങൾ ഇന്നും കാണുന്ന ഹാർട്ട് അറ്റാക്കുമായി അകപ്പെടുമ്പോഴാണ് പലരും അപ്പോഴെടുക്കുന്ന പ്രഷർ 120 നോർമലാണെങ്കിൽ 200, ഷുഗർ ഏതാണ്ട് ഭക്ഷണത്തിന് മുമ്പ് ഒരു 110 നോർമലാണെങ്കിൽ അത് 300, കൊളസ്ട്രോൾ ഏതാണ്ട് പൊതുവായ കൊളസ്ട്രോൾ 200 കുറവാണെങ്കിൽ അത് ഏതാണ്ട് 1000. അപ്പോൾ ഞങ്ങൾ പറയുമ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ആ രോഗി പറയുന്ന, ഡോക്ടറെ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തീവ്ര പരിചരണ വിഭാഗത്തിൽ അകപ്പെടാതിരിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഈ ഒരു സന്ദേശമാണ് നാം നൽകുന്നത്. അതായത് നാം ഈ അപകടം സംഭവിച്ചതിന് ശേഷം അതേപ്പറ്റി ദുഃഖിക്കാതെ അതിന് മുമ്പായിട്ട് നിസാരമായ പരിശോധനകളിലൂടെ ഈ ഭീഷണമായ മാരകമായ രോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ശ്രമിക്കണം. അത് സാധ്യവുമാണ് എന്നുള്ളതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ചികിത്സയാണ് അതെന്ന് ഓർക്കണം. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഹൃദ്രോഗത്തിൻ്റെ വിത്തുകൾ ഹൃദയധമനികളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരെയുള്ള കാലം സുദീർഘമാണെന്ന് ഓർക്കണം. ആ സമയത്താണ് നാം പ്രതിരോധമായ ഓരോന്നും അവലംബിക്കേണ്ടത്. രോഗലക്ഷണങ്ങൾ ഒരു രോഗിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നാം ഉദ്ദേശിക്കുന്ന പോലെ രോഗത്തിൻ്റെ ഗതിയെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ലെന്ന് വരും.
എന്തും വരട്ടെ, ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ ഉണ്ടല്ലോ എന്ന ധാർഷ്ട്യവും അറിവില്ലായ്മയുമല്ല ഹൃദ്രോഗ ചികിത്സയുടെ നെടുംതൂണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ നാം ഓർക്കണം, ഇത്തരം ഒരു ചികിത്സാവിധികളൊന്നും ഒന്നിന്റെയും ശാശ്വതമായ പരിഹാരമാകുന്നില്ല. ശാശ്വതമായ പരിഹാരം വേൾഡ് ഹാർട്ട് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രമാണ്: രോഗം വരാതെ നോക്കുക. അതിനുള്ള എല്ലാവിധത്തിലുള്ള മാർഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നു. 9-10 ആപത്ത് ഘടകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് പറയുന്നു. ഇവയുണ്ടോ എന്ന് തിരഞ്ഞെടുക്കുക. അത് ഉണ്ടെങ്കിൽ അതിനെ കാലോചിതമായിട്ട് നിയന്ത്രണ വിധേയമാക്കുക. വളരെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് ഹൃദ്രോഗത്തിന് പിടിവിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും നേരം ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദ്രോഗം വരാതെ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഇത്രയും നേരം ഹൃദ്രോഗത്തെക്കുറിച്ചും അത് വരാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഹൃദ്രോഗത്തെക്കുറിച്ച് ഡോക്ടർ ജോർജ് തയ്യിൽ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വനിതാ കാഴ്ചകളുമായി വീണ്ടും കാണാം.